എന്നാ നാഗപ്പ മനരാജിയാണോ? എന്റെ മകൻ പോലീസ് ഓഫീസറായി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മെഡല് കിട്ടി. ആ മെഡല് നിങ്ങളുടെ കൈകൊണ്ട് എന്റെ മകന് കൊടുക്കണമെന്നല്ലേ ആശ? അത് നടക്കില്ല നാഗപ്പ. ഏയ് എന്ത് പണിയാ കാണിച്ചേ? എന്റെ ടീഷർട്ട് എന്തിനാ എടുത്തേ? സരളേ, എന്തോ ഇന്നത്തെ പേപ്പറോടെ? ഇല്ല, ഇന്ന് പേപ്പർ വന്നില്ല. പേപ്പർ പോയി സ്ട്രൈക്കാ. പേപ്പർ ബോയ് സ്ട്രൈക്കോ? ഇങ്ങനെയുണ്ടോ? നമ്മുടെ രാധമോന്റെ പടം പത്രത്തിൽ വന്നിരിക്കുന്നു. അച്ഛൻ പോലീസ്, മകൻ നടൻ, കമ്മീഷണറുടെ മകന്റെ ഫാഷൻ ഷോ. എന്താ എന്താ ഇത്? ഇവന് ഈ പെണ്ണുങ്ങളോട് പോസ് ചെയ്തിരിക്കുന്നത് എന്തൊരു വൃത്തിയാണ് ഇത്? വേണ്ട. എന്നിട്ട് അവൻ എവിടെ? ഹായ് മോം. ഹലോ, ഇവിടെ വാടാ. നിന്നെ തന്നെ. നിന്റെ കയ്യിലൊക്കെ എന്താടാ ഇത്? എന്തൊരു കോലപാടാ ഇത്? എന്തു പറ്റിയടാ നിനക്ക്? അമ്മ പറഞ്ഞിട്ടാ. നേരത്തെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്മീഷണർ മോൻ റൗഡിയാണെന്നാ. ഇപ്പൊ പറയുന്നത് കമ്മീഷണർ മോൻ പ്ലേ ബോയ് എന്നാ. വാട്ട് ഈസ് ദിസ്? നോക്കടാ ഇത്. അമ്മ പറഞ്ഞിട്ടാ. എന്തു പറഞ്ഞാലും അതേ മറുപടി തന്നെ. കോളേജിൽ പഠിക്കാണെന്നൊരു ബോധം വേണ്ട നിനക്ക്. ഇതും അമ്മ പറഞ്ഞിട്ടാ? നിന്റെ ഒരു കാര്യം. അവനെ യൂത്തിന്റെ പ്രതിനിധി മോഡേൺ ടൈപ്പുവാ. കോളേജിൽ പോകൂല. പെണ്ണുങ്ങള് കമന്റ് അടിക്കും. ബിയർ നന്നായിട്ട് കഴിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യോ? പാല് കേട്ടില്ലേ? ഇരിക്കേ. സർലേ, നീ എൻ്റെ ജീവിത സഖിയാണ്. എന്നാൽ അതെന്താ നാഗപ്പ? രാമനെ പോലൊരു ഭർത്താവ്, കൃഷ്ണനെ പോലൊരു മകൻ, അയോധ്യയെ പോലൊരു വീട്, ഇതിൽ കൂടുതൽ എന്ത് വേണം എന്നെ പോലൊരു സ്ത്രീക്ക്? നിനക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ മകനെ സിനിമാ നടനാക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്ത് മധുരമായ വാക്കായി പറഞ്ഞ്. എന്നാ ഈ സിനിമാ നടനാകുന്നത് നീ വിചാരിക്കുന്നത് അത്ര ഈസി അല്ല. എന്താ നാഗപ്പ? നമ്മുടെ മോന് കരാട്ടെ അറിയാവോ? കുങ്ഫു അറിയാവോ? സ്വിമ്മിങ്, ഹോഴ്സ് റൈഡിങ്, ഗൺ ഫയറിംഗ്, ഇത് വല്ലതും അറിയോ? ഇതൊക്കെ അറിയണം മാസ് ഹീറോ ആണെങ്കിൽ. ഒരു നടനാവണമെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടോ? പിന്നെ എങ്ങനെയാ എന്റെ മകൻ ഹീറോ ആവുന്നേ? പറയാം, നോക്ക്, വായിക്കേ. സത്യസന്ധന്മാരായ ആർക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ. ഞാൻ ഊഹിച്ചതാ. സരു ഗുരുന്ന് പ്രേമത്തോടെ വിളിച്ച് കുടിച്ച പാലിന്റെ പകുതി തന്നപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതിലേതോ അന്തർ ഗുട്ടൻസ് ഉണ്ടെന്ന്. ഏയ് ഇരിക്കേ, ഇരിക്കേ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കാൻ. ഒരു തവണ പോലും ഞാൻ പറയുന്നത് മുഴുവനായിട്ട് മനസ്സിലാക്കില്ല അല്ലേ? ഒരു മാസ് ഹീറോ ആക്കി മാറ്റാൻ ഞങ്ങളുടെ പോലീസ് അക്കാഡമിയിൽ വെറും 3 മാസം മതി. അത് കഴിഞ്ഞ് ഞാൻ അവനെ വെളിയിൽ കൊണ്ടുവന്ന് ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തും. എന്താ സരു, എനിക്ക് മാത്രം എന്റെ മകൻ ഹീറോ ആണോന്നില്ലേ? അവൻ ഫിലിം സ്റ്റാർ ആയാൽ ഹീറോയുടെ അച്ഛൻ, ഹീറോസ് ഫാദർ, ഹീറോ പിതാജി, ഹീറോയുടെ അപ്പ, അങ്ങനെയല്ലേ ഞാൻ അറിയപ്പെടുക.
പറ. അല്ല സരു, പറ സരു. എനിക്കും ആഗ്രഹമില്ലേ? എനിക്ക് ആശയുണ്ട് സരു. സത്യം സത്യോ സരു? അങ്ങനെ ആകട്ടെ നാഗപ്പ. പക്ഷെ അവൻ സമ്മതിക്കണമല്ലോ. ഞാൻ സമ്മതിച്ചില്ലേ, അവൻ സമ്മതിക്കാതിരിക്കാൻ പോണോ? ഞാൻ അവനെ സമ്മതിപ്പിച്ചോളാം. പോലീസ് അക്കാഡമിയോ? അക്കാഡമിയാ? ഞാനോ? നെവർ. മമ്മി 3 മാസം ഞാൻ മമ്മിയെ പിരിഞ്ഞിരിക്കണ്ടേ? അക്കാഡമിയിലെ ട്രെയിനിങ് കഴിഞ്ഞാലേ റിട്ടേൺ എക്സാം ഉണ്ടടാ. അതുകൊണ്ട് നിന്നെ ഇതുവരെ ഏതെങ്കിലും എക്സാമിൽ പാസ്സാക്കിയിട്ടുണ്ടോടാ? വൗ മമ്മി, വാട്ട് ആൻ ഐഡിയ. സാർ വന്ന സാറേ, ഇത് കണ്ടോ സാറേ? ഫിഗറുകള് നോക്ക് സാറേ, നോക്കിക്കേ. കണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അവിടെ ഏതാടാ കിളവി? സാറേ, എവളുമാർക്ക് ട്രെയിനിങ് കൊടുത്താൽ നമ്മുടെ നടു പൊടിഞ്ഞത് തന്നെ. ഏതായാലും യൂണിഫോം ഇത് മതി. സാറിന്റെ കൺട്രോള് പോയോ? ആരാടാ ഇവരൊക്കെ? ഇവരൊക്കെയാണോ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്ന് നീ പറഞ്ഞത്? ജിയോ സാറേ, ഹോം മിനിസ്റ്ററുടെ ജിയോ. അങ്ങനെയാണെങ്കിൽ ആ ജീവോ പാസ് ചെയ്ത് ഹോം മിനിസ്റ്ററോട് പോയി ട്രെയിനിങ് കൊടുക്കാൻ പറ. ഐ ആം നോട്ട് ഗോയിങ് ടു ട്രെയിൻ ദീസ് ഫെലോസ്. എന്നെ കൊണ്ട് വയ്യ. സാറ് തന്നെ ഹോം മിനിസ്റ്ററോട് ചെന്നങ്ങ് പറഞ്ഞാൽ മതി. ഡിസ്മിസൽ ഓർഡർ എഴുതി കയ്യിൽ തരും. മനസ്സിലായോ? ഏയ്, ഇവിടെ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാടാ? പുതിയ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. വാ, നമുക്ക് അവരെ പോയി വെൽക്കം ചെയ്യാം. യെസ്, കം ഓൺ, ലെറ്റ്സ് ഗോ. ഓരോ കാൻഡിഡേറ്റ് ഫുൾ ഡീറ്റെയിൽസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ? എന്തൊരു നീ പാണ്ടിലോറി വരുമ്പോ വാട്ടർ റിക്ഷ പാർക്ക് ചെയ്യണം. ഞാൻ കണ്ടില്ല. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് പൊറാട്ട മേടിച്ചു വെക്കണേ. വാ വൈകട്ടെ. എന്തൊരു പറയാനെണ്ണേ. ഓ തന്തക്കളവനടുത്ത് ഞാൻ പറഞ്ഞാണ് ക്യാൻറ്റീനുള്ളിടത്തെ പഠിക്കാൻ പോകണുള്ളൂ. നേരം വെളുത്തതുപോലെ തപ്പുകയാണ്. അയ്യോ വിശന്നെന്റെ കുടല് കരിയണേ. Hi, ma'am. I'm okay. I am in the police academy now. Don't worry, ma'am. മമ്മി, ഒരു റൗഡിയുടെ മകൻ റൗഡി ആവണമെന്ന് നിയമമുണ്ടോ മമ്മി? What, ma'am? I want to become a police officer, mummy. Understand me? Yeah, 3 months only. But one thing, എൻ്റെ അച്ഛനെ കൊന്നവരെ ഞാൻ വെറുതെ വിടില്ല. ട്രെയിനിങ് പൂർത്തിയായ ഉടനെ തന്നെ ഗൺ എൻ്റെ കയ്യിൽ വരും. ഗൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് എൻകൗണ്ടർ അവരാ. I love you, ma'am. എന്താടാ ഇത്? ജിയോ സാറേ, ജിയോ. അവിടെ പോയി ഫിസിക്കൽ ടെസ്റ്റിന് തയ്യാറാവ്. അതെ, ഈ പോലീസ് അക്കാഡമി എന്ന് പറഞ്ഞാൽ ഒരുതരം ജയിലാണെന്നാ വിചാരിച്ചേ. ഇത് വളരെ ഭംഗിയായിരിക്കുന്നല്ലോ. എന്നെയല്ല സാറിന്, നിന്നെ തന്നെ അങ്ങി വാ. അവന്മാരെ കൈവാക്കി നയിക്കേണ്ട, കുറച്ച് ഒഴിഞ്ഞു നിന്നാ മതി കേട്ടോ. യെസ്, ഈ ലഗേജ് ഉണ്ടാകത്തൂക്ക്. നിന്നോട് തന്നെയാ പറഞ്ഞു എടുത്തോണ്ട് പോവാൻ. അത് ആരാണെന്നറിയോ? നിങ്ങൾക്കറിയാവോ? ഇദ്ദേഹം ഈ അക്കാഡമിയുടെ ചീഫ് ട്രെയിനിങ് ഓഫീസറാ. സോറി. സോറി പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. സോറി പറഞ്ഞില്ലേ? ഓ ഒരു ഉണ്ടല്ലോ. എന്താണോ ഇതൊക്കെ? ജിയോ സാറേ, ജിയോ.
Now 3 months vacation. I want to change, you know. I want to become a cop. Don't worry, I'll come back. Okay? Oh, darling. Come on. ബൈ സ്വീറ്റ്. Bye, sweetie. I I miss you, kiss you. darling. ഇനി എന്നാ നീ വരാ? വിളിക്കുമ്പോഴൊക്കെ Hey, I love you, Romeo. I too love you. I love you, girls. Bye, I sweetheart. miss you. Bye. Na na na. Hi guys, I'm Raj. Romeo Raj. രാധാകൃഷ്ണൻ. Nice to meet you. ഡേ അപ്പി, ഇതൊക്കെ സെറ്റപ്പുകൾ തന്നെ. അതെ. ലവേഴ്സ്. Yes, lover. ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കണം? Simple. എന്താടാ ഇത്? ജിയോ സാറേ, ജിയോ. അണ്ണാ ആരുമില്ല, ഇറങ്ങിക്കോ. അണ്ണാ അത് ഇതാണ, ഇതല്ലണ്ണ അത്. അണ്ണാ എന്തിനാണ്? അണ്ണാ സൂക്ഷിച്ചു. ഈ ഫോം ഫില്ലപ്പ് ചെയ്യും. Thank you. ഇതൊക്കെ ഞാൻ വേണേ ഫില്ല് ചെയ്ത് തരാം, ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ മോളെ. വരട്ടെ സാർ. ഇവനൊക്കെ വരാൻ കണ്ട ഒരു നേരം. ഓ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഈ പണിയും തുടങ്ങിയോ? നിങ്ങളാരാ? ഞാൻ ആരാ? ഓ, ഒരാൾക്ക് ഒരേ സമയത്ത് 3 പെണ്ണുങ്ങളെ കെട്ടാവുന്നുള്ള നിയമം കൊണ്ടുവരണം. സാറിന് വഴി കൊടുക്കും. അങ്ങോട്ട് മാറിയിക്കടാ.
Excuse me. Application form. Thank you. Thank you. മാഡം ലബാക്കി. ലബാക്കിയ എന്ത് ഷേപ്പാടി ഇത്? റോസി എന്നെ വിട്. ഓ ആർ യു ഓക്കെ? ആ